മലയാളി സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന വിസ്മയ മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രം തുടക്കം തിയേറ്ററുകളിലെത്തി. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രം ജൂഡ് ആന്റണി ജോസഫാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. വിസ്മയുടെ ബിഗ് സ്ക്രീൻ അരങ്ങേറ്റം കാണാൻ പ്രണവ് മോഹൻലാലും എത്തി. വിസ്മയ തൂക്കി പുലിക്ക് പിറന്നത് പൂച്ചക്കുട്ടിയാകില്ലല്ലോ. അച്ഛനോടൊപ്പം മകളുടെ കിങ്ചലിടി. മണിക്കൂറിൽ ടിക്കറ്റുകൾ തൂത്തുവാരി ഷോ മുന്നേറുന്നു. ആദ്യ ഷോയ്ക്ക് പിന്നാലെ ബുക്ക് മൈ ഷോ കുതിക്കുന്നു. തുടക്കം വിസ്മയുടെ വിസ്മയകരമായ തുടക്കമായി മാറിയിരിക്കുന്നു. പ്രതീക്ഷിക്കുന്നതുപോലെയല്ല. ഫാമിലി പടം എന്നൊന്നും പറഞ്ഞു ഒഴിവാക്കരുത്. മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കില്ലെന്ന് പറയുന്നത് പോലെ തന്നെ പൊളിപ്പടം. പ്രണവിനെ പോലെ വിസ്മയും തകർത്തു. അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്തു വിസ്മയ. കിടു എന്റർടൈൻ തന്നെയാണ് ഈ ചിത്രം. ഓണം വിസ്മയെ തൂക്കിയെന്ന് ഉറപ്പിക്കാം. ഇത് 100 കോടി കടക്കുമെന്നും ഉറപ്പിക്കാം. അതെ, മലനിരകളിലെ വലിയ വീട്ടിൽ അച്ഛനോടൊപ്പം കഴിയുന്ന വിസ്മയുടെ കഥാപാത്രം മീനു. സായ്കുമാർ അവതരിപ്പിക്കുന്ന അച്ഛനും മകളും തമ്മിലുള്ള കെമിസ്ട്രി അത്രത്തോളം നല്ലൊരു തുടക്കമാണ് ലഭിക്കുന്നത്. എന്നാൽ ഒരു ശാന്തമായ കുടുംബാന്തരീക്ഷത്തിനു പുറമെ അപ്രതീക്ഷിതമായ ഒരു സംഭവം കഥയിൽ വന്നു ചേരുകയാണ്. ശരിക്കും ഭയവും ദുരൂഹതയും നിറഞ്ഞ സംഭവ വികാസങ്ങൾ. ഒരു പക്ക ആക്ഷൻ ത്രില്ലർ ചിത്രത്തിലേക്ക് പിന്നീട് പോവുകയാണ് കഥകൾ. അങ്ങനെ മറ്റൊരു താളത്തിലേക്ക് ചിത്രം എത്തുന്നതോടുകൂടി തിയേറ്റർ പൂരപ്പറമ്പാകും. ചിത്രത്തിന്റെ യഥാർത്ഥ കഥയെക്കുറിച്ചുള്ള ആകാംക്ഷയും അങ്ങനെ വർദ്ധിക്കും. പ്രഖ്യാപന നാളു മുതൽ പ്രേക്ഷകർ അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം തന്നെയായിരുന്നു തുടക്കം. കാരണം വിസ്മയ മോഹൻലാൽ ആദ്യമായി സിനിമയിലേക്ക് എത്തുന്ന ചിത്രം കൂടിയാണിത്. അച്ഛൻ മോഹൻലാലിന്റെ സാന്നിധ്യം കൂടി ചിത്രത്തിലുണ്ടാകുന്നത് അത്രത്തോളം പ്രതീക്ഷകൾ ഇരട്ടിയായിരുന്നു പ്രേക്ഷകർക്കും. ആ പ്രതീക്ഷ അസ്ഥാനത്തായില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് തുടക്കം. ഒരു പക്ക ആക്ഷനും മോട്ടിവേഷനും ഒത്തൊരുമിക്കുന്നൊരു പാക്കഡ് ത്രില്ലർ ചിത്രം. തുടക്കം വിസ്മയെ ഗംഭീരമാക്കിയിട്ടുണ്ട്. എന്തായാലും ജൂഡ് ആന്റണി ജോസഫ് എന്ന മാന്ത്രികനെയും ചിത്രത്തിൽ കാണാൻ സാധിക്കും. സ്ത്രീകൾക്കെതിരായ അക്രമത്തെക്കുറിച്ചുള്ള വാർത്തകളിലൂടെ കടന്നുപോകുന്ന ദിവസങ്ങൾ ഇന്നുണ്ടാകില്ലല്ലോ. തുടക്കം അത്തരമൊരു പശ്ചാത്തലത്തിലാണ് കഥ പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് നേരെ ഉയരുന്ന തുറിച്ച കണ്ണുകളും അതിൽ നിന്നെല്ലാം ആ പെൺകുട്ടി എങ്ങനെ അതിജീവിച്ച് മുന്നേറുന്നു എന്നാണ് വെറും 26 വയസ്സുള്ള മീനു എന്ന പെൺകുട്ടി കാണിച്ചു തരുന്നത്. നല്ലൊരു സിനിമയുടെ തുടക്കം തന്നെയാണിത്. ചിത്രത്തിനുടനീളം അത്യന്തം ആക്ഷൻ മൂഡ് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അടി വീഴണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നിടത്തെല്ലാം അത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് സംവിധായകന്. പ്രേക്ഷകർ വിചാരിക്കുന്ന അളവിൽ തന്നെ കൃത്യമായി ആ പോയിന്റിൽ തന്നെ എല്ലാം സംഭവിച്ചു പോകുന്നു. വില്ലന്റെ സ്വഭാവം ആദ്യമേ തന്നെ ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇയാളുടെ ഓരോ പ്രവൃത്തിയുമാണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളുടെ തീവ്രത ഇരട്ടിപ്പിക്കുന്നത്. ചെറുതായി തുടങ്ങി ആളിപ്പടരുന്ന രീതിയിൽ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും എല്ലാവരും തകർത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.